പ്രിയമുള്ളവരെ, RR മലയാളി സമാജം രൂപം കൊണ്ട് ഏതാണ്ട് 6 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, RRൽ മറ്റു സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് RRൽ പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ RR മലയാളി സമാജം മറ്റു സംഘടനകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഈ സംഘടനയിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ജാതിമതത്തിന്റെയോ അതിർവരമ്പുകളൊന്നുമില്ല. ഈ സംഘടനയിൽ എല്ലാവരും ഒന്നാണ്. എന്ന് പറഞ്ഞാൽ RRലെ മുഴുവൻ മലയാളികൾക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു വേദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്നത് RR മലയാളി സമാജം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഈ സംഘടന ഇത് ശക്തിപ്പെടുത്തേണ്ടതും നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്ന, പരസ്പരം വിദ്വേഷമില്ലാതെ, പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് എന്നും നിലനിൽക്കേണ്ടത് കൊണ്ടും ഈ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഭാവിയിലും നിങ്ങളിൽ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം നമ്മുടെ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടിന് RR മലയാളി സമാജം ഒരു ഉപഹാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. RRൽ ഒരുപാട് ആളുകളുണ്ട്, കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടിന് എന്തിനു ഉപഹാരം നൽകുന്നു എന്ന് പല ആൾക്കാർക്കും സംശയമുണ്ടായേക്കാം. എന്നാൽ നമ്മളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണ് കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഖത്തർ മീഡിയ ഫോറം ഏർപ്പെടുത്തിയ ദൃശ്യമാധ്യമ റിപ്പോർട്ടർമാർക്കുള്ള അവാർഡ് ലഭിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, കേരളത്തിലെ വൻകിട ചാനലുകളുടെ നിരവധി റിപ്പോർട്ടർമാരുണ്ട്. നൂറുകണക്കിന് റിപ്പോർട്ടർമാരിൽ നിന്ന് ജേർണലിസം പഠിച്ചവര്, ജേർണലിസം പഠിച്ച് ബിരുദം നേടിയ ആളുകള്, ഇവരെല്ലാം പിന്തള്ളിക്കൊണ്ട് അവസാനത്തെ 100 ആളിൽ എത്തുകയും അതിൽ നിന്നും ജഡ്ജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുത്ത് നമ്മുടെ RRലെ മലയാളികൾക്കെല്ലാം അഭിമാനത്തോടെ പറയാവുന്ന നിലയ്ക്ക് കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടിന് ഈ ദൃശ്യമാധ്യമ, നമുക്കറിയാം, ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ, കൈരളി, മനോരമ, ജീവൻ, അമൃത തുടങ്ങി നിരവധി ചാനലുകളിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടി ജേർണലിസം പഠിച്ച് റിപ്പോർട്ടർമാരായി വന്ന ആളുകൾക്ക് അവരെ മുഴുവൻ പിന്തള്ളിക്കൊണ്ട് RRൽ നടത്തിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, RRൽ നിരവധി ജീവകാരുണ്യ, നമ്മുടെ സംഘടനകൾ രൂപം കണ്ടതിനു ശേഷം RRൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമായിരുന്നു സക്കാക്കയിൽ മരുഭൂമിയിൽ കുടുങ്ങിക്കിടന്ന മദനൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെയും കഥന ലോകത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയിക്കുക എന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് നിർവഹിച്ചത്. അത് ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും തന്നെ തോന്നും, ഇങ്ങനെയും കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവിടെ. അത്ര മദനന്മാർ നിരവധി സൗദി അറേബ്യയിലും പ്രവാസത്തും ഉണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു മദനനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ കഥ ലോകത്തെ അറിയിച്ചതിനാണ് കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടിന് അവാർഡ് ലഭിച്ചത്.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, എന്തുകൊണ്ടും സഖാവിന് ഖത്തർ മീഡിയ ഫോറം നൽകിയ അവാർഡ് അദ്ദേഹത്തിനുള്ള അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. അർഹതയ്ക്കുള്ള അംഗീകാരം ഖത്തർ മീഡിയ ഫോറം നൽകിയതുകൊണ്ട് തീർച്ചയായും സംഘടനയായി പ്രവർത്തിക്കുന്ന നമ്മുടെ മലയാളി സമാജം, നമ്മൾ മലയാളികളെല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ അംഗീകാരത്തിന് ഒരംഗീകാരം കൂടി കൊടുത്തുകൊണ്ട് മലയാളി സമാജം അദ്ദേഹത്തിന് ഒരു മൊമെന്റോ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളെ എല്ലാവരുടെയും എല്ലാവിധ സഹകരണങ്ങളും വരാനിരിക്കുന്ന കലാപരിപാടികൾക്കും നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന എല്ലാവിധ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഭാവിയിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിനു വേണ്ടി സംഘടനയുടെ വൈസ് പ്രസിഡന്റായ മനോജ് ഹുസൈനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ ഏറ്റുവാങ്ങി കുഞ്ഞാമത് നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ചാക്കോച്ചാൻ, KAGയുടെ നേതാവായിട്ടുള്ള കുട്ടികൾ ആരും എണീക്കരുത്. ബാങ്ക് കഴിഞ്ഞാൽ ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ചാക്കോച്ചായൻ, KAGയുടെ പ്രവർത്തകനായിട്ടുള്ള സലീം പാനൂർ, പ്രവാസി സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ബക്കർ കരിമ്പ, മലയാളി സമാജത്തിന്റെ ഭാരവാഹികളെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, സ്റ്റേജിനും പുറത്തുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, മലയാളി സമാജം
ഈദ് ദിനം കൊണ്ടാടുന്നത് ഇതാദ്യമല്ല. ദൈവകൽപ്പനയാൽ സ്വന്തം മകനെ ബലി നൽകാൻ നിശ്ചയിക്കപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ത്യാഗ പാരമ്പര്യത്തെ ഓർമ്മിക്കുന്ന ബലിപെരുന്നാൾ. ഈ പെരുന്നാളിന് മാനവിക സമൂഹം ഉൾക്കൊള്ളേണ്ടത് ത്യാഗത്തിന്റേതും സഹനത്തിന്റേതുമായ ഒരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനക്കരുത്ത് ഈ സമയത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ പെരുന്നാൾ ആഘോഷത്തിൽ നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത്. എനിക്ക് മലയാളി സമാജം ഇവിടെ നൽകിയിട്ടുള്ള ഈ ആദരവ് അങ്ങേയറ്റത്തെ കൃതജ്ഞതയോടെ നന്ദിയോടെ ഞാൻ ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നേരത്തെ പറഞ്ഞ ആമുഖ പ്രാസംഗികർ പറഞ്ഞതുപോലെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടല്ല ഞാൻ അറാറിൽ വന്നിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും. വളരെ കാലമായി മാധ്യമ ലോകവുമായി എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അറാറിലെ എന്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ ഊന്നിയിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ്. പലതരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് ഒരു വാർത്താ പ്രാധാന്യം കിട്ടുക, ജനങ്ങളെ അറിയിക്കുക എന്ന ദൌത്യം ചെയ്തു വരുന്നതിനിടയിലാണ് അത് മലയാളം ന്യൂസ് എന്ന് പറയുന്ന പത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മലയാളം ന്യൂസിന് വേണ്ടി സക്കാക്കയിൽ നിന്ന് സമദ് പട്ടണിൽ എന്ന് പറയുന്ന ലേഖകൻ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അവിടെ മരുഭൂമിയിൽ ഒരു ആടിനെ നോക്കുന്ന ഒരു മലയാളി വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് 6-7 വർഷക്കാലമായി നാട്ടിലേക്ക് പോകാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. അതിനുശേഷം നമ്മുടെ അറാർ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകനായിട്ടുള്ള മുരളി ഹരിപ്പാട്, അതുപോലെയുള്ള ബക്കർ കരിബ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ പോയി സക്കാക്ക മരുഭൂമിയിൽ ചെന്ന് ഈ മദനനെ കാണുകയാണ്. ഏതാണ്ട് മുട്ടിന് താഴത്തോളം താടി നീട്ടി ഒരു ബാർബർ ഷാപ്പ് പോലും കാണാത്ത അവസ്ഥയിൽ മലയാളം തന്നെ മറന്നു തുടങ്ങിയിരുന്ന മദനൻ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം, രക്ഷപ്പെടണം എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ആ വിഷയം അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് കൈരളി ഗൾഫ് ഫോക്കസിൽ വരികയും ആ ഗൾഫ് ഫോക്കസ് ഒരു ഭാഗത്ത് പ്രക്ഷേപണം ചെയ്ത് ഒരാഴ്ച പ്രക്ഷേപണം ചെയ്തപ്പോൾ സക്കാക്കയിൽ നിന്ന് നിരവധി മലയാളികൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായുള്ള സഹായം ചെയ്യാമെന്ന് ഒന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഞങ്ങൾ സമീപിക്കുകയും വീണ്ടും ആ മദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്പോൺസറെ കണ്ട് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് അദ്ദേഹത്തെ ഈ അറാറിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് താടി വെടിച്ചൊക്കെ വൃത്തിയാക്കി ഒരു മനുഷ്യക്കോലത്തിലാക്കി ഇവിടെ നിന്ന് അറാർ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകന്മാർ മറ്റ് അദ്ദേഹത്തെ ഒരു സാധാരണ ഗൾഫുകാരൻ പോകുന്നത് പോലെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് നാട്ടിലേക്ക് അയക്കുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു കൈരളി ഗൾഫ് ഫോക്കസിന് വേണ്ടി ഷൂട്ട് ചെയ്ത് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. അത് ലോകം കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊന്നും തന്നെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയോ ഒരു മാധ്യമ പ്രവർത്തകനാകാൻ വേണ്ടിയോ ചെയ്ത ഒരു ജോലിയായിരുന്നില്ല. പക്ഷേ ഈ അറാറിന്റെ ജനങ്ങളുടെ, അറാറിലെ മലയാളികളുടെ ഭാഗ്യമെന്ന് പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അവാർഡ് അറാറിലെ മലയാളികൾക്കുള്ളതാണ്, അറാറിലെ മലയാളി സമൂഹത്തിനുള്ളതാണ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഈ വിഷ്വൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഖത്തർ മീഡിയ ഫോറം, ഖത്തറിലെ ഇന്ത്യയിലെ 70-ഓളം വരുന്ന പല മീഡിയകളിൽ പ്രവർത്തിക്കുന്ന ഹിന്ദി പത്രങ്ങളിലടക്കമുള്ള പത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ഫോറമാണ് ഖത്തർ ഇന്ത്യ മീഡിയ ഫോറം എന്ന് പറയുന്നത്. അവര് 2009 ദൃശ്യമാധ്യമ പ്രവർത്തനത്തിലുള്ള അവാർഡിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ദുബായിൽ നിന്ന് കൈരളി ടിവിയിൽ നിന്ന് അയച്ച സ്ക്രിപ്റ്റുകളിൽ 12 എണ്ണത്തിൽ ഒന്ന് ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റായിരുന്നു. ആ സ്ക്രിപ്റ്റ് പരിശോധിച്ച ആളുകളാണ്. ഇതൊക്കെ തന്നെ അതാ ഞാൻ പറയുന്നത്, ഇത് എന്റേതല്ല, ഇത് അറാറിൽ ഞാൻ ഖത്തറിൽ തന്നെ ഈ അവാർഡ് വാങ്ങിക്കൊണ്ട് അവിടുന്ന് അംബാസഡറിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഖത്തറിൽ പറഞ്ഞത് ഇത് മുഴുവൻ അറാറിലെ മലയാളി സമൂഹത്തിലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഏറ്റുവാങ്ങിയത്. ആ സ്ക്രിപ്റ്റ് പരിശോധിച്ച് 3 ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത്. ആ ജഡ്ജിമാർ ഒന്ന് ഇന്ന് അമൃത ടിവിയിൽ പ്രവർത്തിക്കുന്ന നീലൻ സാറ്, അതുപോലെ തന്നെ ഇന്ത്യ ടുഡേയുടെ സബ് എഡിറ്റർ ആയിട്ടുള്ള MG രാധാകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ മലയാള മനോരമയുടെ പത്രാധിപ സമിതിയിലുള്ള ബാബു മേത്ര, ഇവർ 3 പേരായിരുന്നു ജഡ്ജിമാർ. 120 സ്ക്രിപ്റ്റുകളും 40
ലേഖകന്മാരും 6 ചാനലും തമ്മിലാണ് മത്സരമുണ്ടായത്. എന്താണെന്നറിയാ, അവസാനം വന്ന് വീണതിരിക്കുക. ഒരു ദിവസം കുഞ്ഞമ്മദ് പട്ടാമ്പി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ ഖത്തറിന്ന് വിളിക്കുന്നുണ്ട്, എന്തോ ഒരു ആവശ്യത്തിനെന്ന് പറഞ്ഞു. ഖത്തറിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു, ഈ വർഷത്തെ 2009 മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള അവാർഡ് നിങ്ങൾക്കാണ്, അത് ഞങ്ങളുടെ പത്രസമ്മേളനം നടത്തി, അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന്. ഞാൻ വിചാരിച്ചു എന്റെ കുറെ കൂട്ടുകാർ അവിടെ ഉണ്ട്, കളിയാക്കാൻ വിളിച്ചതെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ മക്കാറാക്കിയൊന്നും വേണ്ട, ഞാനങ്ങനെ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ മക്കാറാക്കിയല്ല, ഉള്ളത് സത്യമാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കുണ്ടായത്. എന്നാൽ ഞാൻ ചുരുക്കട്ടെ, ഞാൻ അവിടെ ചെന്നു. 25,000 രൂപയും അതുപോലെ തന്നെ ചില പ്രശസ്തി പത്രവും അത് മൊമെന്റവും ഒക്കെ തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയത്. അവിടെ വെച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള 25,000 രൂപയുടെ ആ സമ്മാനം എന്റെ നാട്ടിലെ നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിലേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ആ 25,000 രൂപ കൊണ്ട് ഇത് വർഷാവർഷം നടത്തിപ്പോകാൻ സാധിക്കില്ല. ഉദാരമതികളായ മറ്റാളുകൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല ഭാഗത്തുള്ള ആളുകൾ എന്നെ കൂടുതൽ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായം ഈ അറാറിൽ നിന്നും ലഭിക്കും ഞാൻ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അറാറുള്ള കാലത്തോളം, അറാറിലെ മലയാളികളുള്ള കാലത്തോളം, ഇനി ഞാൻ മരിച്ചു പോയാൽ തന്നെയും നാട്ടിലെ അറിയപ്പെടുന്ന അറാറിലെ മലയാളികളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ ഖത്തറിൽ പ്രഖ്യാപിച്ചതാണ്. അത് ഈ സദസ്സിലും പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നൽകിയിട്ടുള്ള ഉപഹാരം, ഈ നൽകിയിട്ടുള്ള ആദരവ് വളരെ വിനയത്തോടെ ഞാൻ ഏറ്റുവാങ്ങുന്നു. അറാറിലെ ഈ മലയാളികളുടെ കൂട്ടായ്മ, കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേയുള്ള ഈ കൂട്ടായ്മ ഈ അറാറുള്ള കാലത്തോളം, ഈ അറാറിൽ മലയാളി പ്രവാസികളുള്ള കാലത്തോളം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആയിരക്കണക്കിന് അഭിവാദ്യങ്ങൾ, ആശംസകൾ വീണ്ടും 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 എനിക്ക് തന്ന ഈ ഉപഹാരത്തിനും സ്നേഹത്തിനും ഊഷ്മളമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇനി ഇവിടെ നടക്കാനുള്ളത് നമ്മുടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടിയാണ്. സെല കഴിഞ്ഞതിന് ശേഷം കൃത്യം 7:30 കലാപരിപാടികൾ ആരംഭിക്കും. അതിലുള്ള കുട്ടികൾ അപ്പോഴേക്കും തയ്യാറാവേണ്ടതാണ്. അറാറിലെ ചുരുങ്ങിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിച്ചെടുത്ത ഈ കലാപരിപാടികൾ അതിൻ്റെതായ അർത്ഥത്തിൽ നിങ്ങൾ കാണണം. നിരവധി പ്രൊഫഷണൽ കലാപരിപാടികളും മറ്റും കണ്ട നമുക്ക് ഇതൊരു ലളിതമായ പരിപാടിയായി തോന്നാം. എങ്കിലും നമ്മുടെ കുട്ടികൾ നടത്തുന്ന ഈ പരിപാടി അതിന്റെ ഗൗരവത്തോടെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ